ഫിനാൻഷ്യൽ എയ്ഡ് കൊടുത്താൽ പോലും കുറ്റമാണ്. മുടികളൊന്നും ചെയ്യാതെ ക്ലാസ്സിലൊന്നും പോകാതെ അത് കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കാതാവും. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ലഹരികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണോ അവൻ മൊബൈൽ വാച്ച് ചെയ്യുന്നതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അപ്പം അങ്ങനത്തെ ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമ്മൾ കൂടുതൽ ഡേഞ്ചറിലോട്ട് എത്തുക. ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, അവിടോട്ട് വിളിച്ച് പറഞ്ഞാൽ മതി. 14405 എന്നാണ്. പക്ഷേ ഇത് നമ്മുടെ അജണ്ടയിൽ പണ്ടില്ലാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇത് അജണ്ടയിൽ ഇൻക്ലൂഡ് ചെയ്ത് ചിന്തിച്ചു തുടങ്ങണം. വെൽനസ് വാച്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയ ഡ്രഗ് അബ്യൂസ്, അതായത് ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ആ ഒരു എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയതിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. അതിൽ നമ്മൾ പറഞ്ഞത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ വരുന്ന ചേഞ്ചസ് ലഹരി ഉപയോഗിക്കുമ്പോൾ, അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നു, അതിൽ അവരുടെ ജീവിതത്തിലും അവരുടെ ദൈനംദിന ഫാക്ടേഴ്സിലും വരുന്ന ചേഞ്ചസിനെ കുറിച്ചൊക്കെ ഡോക്ടറും നമ്മുടെ ഗവൺമെൻറ് ഒഫീഷ്യലും ഒക്കെ അതിനെക്കുറിച്ച് പറഞ്ഞു. അതേ പാനൽ തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ്. കാര്യം ഇനി ഞങ്ങൾ എങ്ങനെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരാം, അതിന് നമ്മുടെ സമൂഹത്തിന് റോളുണ്ട്, ഗവൺമെൻറ് റോളുണ്ട്, നമുക്ക് ഇൻഡിവിജ്വലായിട്ടൊരു റോളുണ്ട്, അതിലുപരി നമ്മുടെ പേരൻസിനും റോളുണ്ട്. ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ള പ്രഗത്ഭനായ ഡോക്ടർ വർഗീഷ് കോശിയുണ്ട്. ഡോക്ടറിനെ നമ്മുടെ വെൽനസ് വാച്ചിലേക്ക് സ്വാഗതം ചെയ്യും. കൂടാതെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എപ്പിസോഡിൽ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ VA പ്രദീപ് സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് നിർത്തിയിരുന്നതോടെ, അതായത് ഒരാൾക്ക് ഇതൊരു അഡിക്ഷനായി, അപ്പോൾ അയാളെ സംബന്ധിച്ച് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതാണോ അതോ ഒരു അടുത്ത ആൾക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യണോ എന്നുള്ളൊരു തോന്നൽ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? സാറിൻ്റെ അനുഭവത്തിൽ എങ്ങനെയാണത്? അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഉണ്ട്. അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്തൊക്കെയായാലും നശിച്ചു, ഇത് തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾ എൻ്റെ രക്ഷകർത്താക്കളെ കളിയാക്കും, അതുകൊണ്ട് അവനും നശിക്കട്ടെ എന്നൊരു ചിന്തയിൽ വരും. പിന്നെ രണ്ടാമതിനകത്തൊരു മാർക്കറ്റിംഗ് തന്ത്രമുണ്ട്. കാരണം ഇത് ചിലപ്പോൾ നല്ല വിലയുള്ള സാധനങ്ങളാണ്, ചിലപ്പോൾ വരുമാനം അതിനനുസരിച്ച് കാണില്ല. അപ്പോൾ ഇത് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നിടത്തുനിന്ന് കൂടുതൽ വിലയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് ആൾക്കാർ വേണം, കസ്റ്റമേഴ്സ് വേണം. ആ ചിന്തയിൽ ഈ പറഞ്ഞ തരത്തിൽ ആൾക്കാർ എത്രത്തോളം ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നവരാക്കാമോ എന്നുള്ള ചിന്തയിൽ ഉപയോഗിക്കുന്നു. ഫൈനലി അദ്ദേഹം ഒരു ഏജന്റായി വേണേ മാറാം. ഓഫ് കോഴ്സ് അങ്ങനെ തന്നെ കാണപ്പെടുന്നത്. കാരണം ഇത് കേരളത്തിന് പുറത്ത് വളരെ വിലക്കുറവുള്ള സാധനങ്ങളാണ്. അത് ഇവിടെ വലിയ വിലയ്ക്ക് വിൽക്കുമ്പോൾ അയാളുടെ കാര്യങ്ങൾ നടക്കും, അയാൾക്കൊരു ഏണിങ്സും ഉണ്ടാവും. അത് ഒരു കൊല്ലത്തോളം ഈ പറഞ്ഞു കാണിക്കുമ്പോഴായിരിക്കും ഇയാളെ ഇത് മനസ്സിലാക്കുന്നത്. അവൻ വീണ്ടും ഇയാളെ വിട്ട് വീണ്ടും അവനും നേരിട്ട് ഇത് തുടങ്ങും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചങ്ങല ഇങ്ങനെ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഇങ്ങേറ്റമുള്ള ചെറുതായിട്ട് യൂസ് ചെയ്ത് തുടങ്ങുന്ന അല്ലെങ്കിൽ അബദ്ധത്തിന് യൂസ് ചെയ്ത ചില ആൾക്കാരും ഈ ചെയിനിൽ പെട്ടുപോയാൽ അവർക്കും ഈ കുറ്റകരമല്ലേ ഇത് മാത്രമല്ല, ഇതിന് ഫിനാൻഷ്യൽ എയ്ഡ് കൊടുത്താൽ പോലും കുറ്റമാണ്. അത് ശരി. കാരണം സാമ്പത്തികമായിട്ട് സഹായിച്ച ഫണ്ട് ചെയ്താലും ഇത് കുറ്റമാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ പെട്ടെന്ന് ഒരു വട്ടമായിരിക്കും അയാളിൽ നിന്ന് ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുള്ളത്, 1-2 വട്ടം. പക്ഷേ ഇത് പിടിക്കപ്പെടുമ്പോൾ ഇതെല്ലാം ഒരു ചെയിനായിട്ട് വന്ന് പിന്നെ ഇത് ബാധിക്കുന്ന ഒരു അവസ്ഥയിലോട്ടല്ലേ പോകുന്നത്. നമ്മൾ കേരളം ആക്ച്വലി ഈ ലഹരിയിൽ എത്രത്തോളം അടിമപ്പെട്ടിട്ടുണ്ടെന്നാണ് സാറിന് തോന്നുന്നത്? അതായത് നമ്മളിപ്പം ആദ്യമൊക്കെ ലഹരി എന്നൊക്കെ ചിന്തിക്കുമ്പം ആദ്യം വെസ്റ്റേൺ വേൾഡിലായിരുന്നു, എൻ്റെ വീട്ടുമുറ്റത്തില്ല എന്നുള്ള ചിന്തകളാണ്. പക്ഷേ പത്രം വായിക്കുമ്പോഴും ലിമിറ്റഡ് നോളജ് വെച്ചും കേരളത്തിൽ ഇത് വളരെ വലിയൊരു വിപത്തായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിന് തോന്നുന്നു? അത് നമ്മളെ ഈ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത് സിനിമയാണ്. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചുള്ള അവർക്ക് അനുകരണം, അവർക്ക് നമ്മളിപ്പോൾ ഒരു 40 കൊല്ലത്തിന് മുമ്പുള്ള മലയാള സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമയിൽ വില്ലൻ എല്ലാത്തരം ദുശീലങ്ങളുള്ള ആളായിരിക്കും, നായകൻ സർവ്വഗുണ സമ്പന്നനായിരിക്കും. പക്ഷേ ഒരു 40 കൊല്ലം കഴിഞ്ഞ് 30 കൊല്ലത്തിന് ഇങ്ങോട്ടുള്ള സിനിമകൾ കഴിഞ്ഞാൽ നായകന് ഇങ്ങനെയുള്ള ഈ പറയുന്ന തരത്തിലുള്ള ദോഷങ്ങളുണ്ട്, വില്ലന് സർവ്വഗുണ സമ്പന്നനായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞത് ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന അതൊരു കോർപ്പറേറ്റുകളാണ്. അപ്പോൾ അവർ ഈ തരത്തിലുള്ള മീഡിയയിൽ ഈ തരത്തിൽ ഉപയോഗിച്ചത് കുട്ടികളെയും യുവാക്കളെയും ആകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ പിന്നെ അതുപോലെ തന്നെ ഈ മുന്തിയ മയക്കുമരുന്നുകളാകുമ്പോൾ ഇപ്പം
മദ്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മണം കൊണ്ടും അല്ലാതുള്ള ചേഷ്ടകൾ കൊണ്ടും ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പോൾ പോലീസിന് പോലും പരിശോധന കിട്ടും. എന്നാൽ മയക്കുമരുന്നുകളെന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നതിനുമൊക്കെ വളരെ എളുപ്പമാണ്. ചെറിയ അളവിലുള്ളതിന് വലിയ ലഹരി കൊടുക്കും. ആ ചെറിയ അളവ് മുടിക്കിടയിൽ വരെ വേണമെങ്കിലും വെച്ചോണ്ട് കണ്ടുപിടിക്കാൻ സ്മെല്ലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പല പുതിയ തലമുറ ഈ പറഞ്ഞ തരത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പം ഈ ഊതിക്കുന്ന പരിപാടിയൊന്നും മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റും. ഇപ്പോൾ എക്സൈസിന് അബോൺ കിറ്റ് എന്നും പറഞ്ഞൊരു സംവിധാനം ഉണ്ട്. പക്ഷേ അതിനകത്ത് നമുക്ക് ലിമിറ്റഡ് സാധനങ്ങളെ കിട്ടാറുള്ളൂ. നമ്മൾ 100% ഉറപ്പുള്ള കേസുകളിലകത്തെ നമ്മൾ പ്രയോഗിക്കാറുള്ളൂ. നമ്മൾ പറഞ്ഞു വന്നപ്പോഴാണ് ഏതെല്ലാം രൂപത്തിലും ഭാവത്തിലും ഇത് വരുന്നതെന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ? പണ്ട് ലഹരി അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കഞ്ചാവും മദ്യവുമായിരുന്നു. അതിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമായി പോയി കഴിഞ്ഞു. അപ്പം മദ്യം ഇപ്പം വളരെ ചെറിയ കുട്ടികൾ, ഹൈസ്കൂൾ കുട്ടികൾ വരെ ഉപയോഗിക്കുന്നുള്ളതാണ് കണക്കുകൾ. അപ്പോൾ മദ്യം ഉപയോഗിക്കാൻ, പാർട്ടികളിൽ പോകുന്നുണ്ടെങ്കിൽ മദ്യം ഉപയോഗിക്കാൻ തുടങ്ങുന്നു. കഞ്ചാവ് വലിച്ച് തുടങ്ങുന്ന ആളാണ് സാധാരണ ഗ്രാജുവേറ്റ് ചെയ്ത് അടുത്ത ലെവലിൽ ഇഞ്ചക്ഷനിലോട്ട് പോകുന്നത്. ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് ആക്ച്വലി ഇപ്പം നാക്കിൻ്റെ അടിയിൽ വെക്കുന്നതും കണ്ണിൻ്റെ അടിയിൽ വെക്കുന്നതുമായിട്ടുള്ള ഈ കെമിക്കൽ ഡ്രഗ്സ് ഒരുപാട് വന്നു. ഏഞ്ചൽ ഡസ്റ്റ്, MSD, അങ്ങനെ ഒരു LSD, ഇതൊക്കെ കെമിക്കൽ ഡ്രഗ്സാണ്. ഈ കെമിക്കൽ ഡ്രഗ്സിൻ്റെ പ്രശ്നം ഡിപ്പെൻഡൻസി ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ആൽക്കഹോളിനെക്കാട്ടിലും. അതായത് ലിറ്ററേച്ചറിനകത്ത് വലിച്ച് സ്മോക്കിംഗും ഇഞ്ചക്ഷനായിട്ട് എടുക്കുന്നതിനാണ് അഡിക്ഷൻ സാധ്യതകൾ മറ്റേ ഡ്രഗുകളെക്കാട്ടിലും വളരെയധികം കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമ്മൾ കൂടുതൽ ഡേഞ്ചറിലോട്ട് എത്തുക. ഏതൊക്കെ ഫോമിലാണ് ഇത് സാധാരണ പറയപ്പെടുന്നത്? മദ്യം എല്ലാവർക്കും അറിയാം. പുകവലിക്കുന്ന കഞ്ചാവും പുകയായിട്ട് വലിച്ചുമാണ് കയറ്റുന്നത്. അല്ലാതെ ഈവൻ എയറസോൾ, അതായത് ക്യാനകത്ത് സ്പ്രേ ചെയ്ത് ഇത് ചെല്ലുന്നുണ്ട്. മരുന്നുകൾക്കുള്ള ഡിപ്പെൻഡൻസിനെ കുറിച്ചുള്ള അവയർനെസ് വളരെ കുറവാണ്. അതായത് വേദന സംഹാരികൾ, പെയിൻ കില്ലേഴ്സ്, ഓപ്പിയോയിഡ്, അത് നമ്മൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഒരു സർജറി കഴിഞ്ഞിട്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ മെഡിസിനാണ്, ഇത്ര ദിവസം മാത്രമേ കഴിക്കാവൂ. അത് കഴിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു അനുഭൂതി, ഒരു സുഖം, അതിനുവേണ്ടി വീണ്ടും അതിനോട്ട് അടിമപ്പെട്ടു ആ മരുന്ന് തന്നെ വാങ്ങി സുലഭമായിട്ട് കിട്ടാൻ ശ്രമിക്കുകയും കിട്ടുകയും ആ മരുന്നിന് അടിമയാവുകയും ചെയ്യും. പിന്നെ ഫിറ്റ്സ് വരാതിരിക്കാനുള്ള വാല്യൂം പോലെയുള്ള മരുന്ന്, അത് ഡിപ്രഷനാണ് ഉണ്ടാക്കുന്നതെങ്കിലും അതും വളരെ അഡിക്റ്റീവായിട്ടുള്ള ഡ്രഗ്സ് ആണ്. കോഫ് സിറപ്സിനകത്തുണ്ട്, ചുമമരുന്നുകൾക്കകത്ത്. ചുമമരുന്നുകൾ ചില ചുമമരുന്നുകളിലെ ഉള്ളടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് അഡിക്റ്റീവ് പ്രൊപ്പോർഷൻ ഇതുള്ളതാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അഡിക്ഷൻ കൂടുതൽ വരാം. അതായത് നമ്മൾ വളരെ ജാഗരൂകരല്ലെങ്കിൽ ഇത് ഏത് വിധത്തിലാണ് വരുന്നത്. അതായത് ഒരു കുട്ടിയുടെ ഡസ്റ്റ്ബിന്നിനകത്ത് എയറസോളിന്റെ ക്യാൻ വളരെയധികം വന്നാൽ വരെ യു ഹാവ് ടു ബി കെയർഫുൾ. നമ്മൾ ഒരു എയറസോൾ ഒരു സ്പ്രേ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ആ വേസ്റ്റ് ബിന്നിനകത്ത് എയറസോൾ നമ്പേഴ്സ് കൂടുവാണെങ്കിൽ നമ്മളുടെ അലാം അടിക്കേണ്ട അത്യാവശ്യമാണ്. മരുന്നുകളുടെ എംറ്റി കവേഴ്സ് കൂടുതൽ വരിക. അപ്പോൾ മരുന്നുകളുടെ എംറ്റി കവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം വേദന സംഹാരികൾ വേദനയ്ക്ക് കഴിച്ചു, പക്ഷെ അപ്പം നമുക്ക് അങ്ങനെ ഉള്ളപ്പം വേറൊരു കാര്യം, വേദന സംഹാരി ആവശ്യത്തിന് കഴിക്കുന്നവർ വരെ അത് ടെസ്റ്റ് കെപ്റ്റന്റെ ലോക്ക് കൂട്ടി തന്നെ വെക്കണം. ഇതിനകത്ത് ബോഡി ഓർഗൻ ചേഞ്ചസ് എന്തൊക്കെയാണ് വരാൻ സാധ്യത? ഹെൽത്ത് ഇഷ്യൂസ്. അതെ. അപ്പോൾ ഇത് എടുക്കുന്നവർ, അതിപ്പം നമ്മുടെ കുഞ്ഞുങ്ങളും അവെയർ ആയിട്ടല്ല ഇത് ചെയ്യുന്നത്. നാളെ നിന്റെ ഇന്ന അവയവങ്ങൾ പോകുമെന്നുള്ളതിനെ കുറിച്ചൊരു അവയർനെസ് എന്താ കൊടുക്കാൻ പറ്റും? ഇപ്പം ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന മദ്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. മദ്യം ആദ്യം നമ്മുടെ ബ്രെയിനിൻ്റെ ഇൻഹിബിഷൻസ് കളയുക. ഇൻഹിബിഷൻസ് കളയുമ്പോൾ നമുക്ക് തോന്നുന്നതൊക്കെ പറയാൻ തോന്നും. ആദ്യം അതൊരു സന്തോഷമാവും, പക്ഷെ ഈ സന്തോഷത്തിൻ്റെ അവസാനം ശരിക്കും ഡിപ്രഷനാണ്. സന്തോഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷനാണ്. പിറ്റേന്ന് രാവിലെ ഹാങ് ഓവർ എന്ന് പറഞ്ഞിട്ടുള്ള, അത് മാറാൻ വേണ്ടി അടുത്തത് അത് അടുത്ത സ്റ്റേജിലോട്ട്. ഹാങ് ഓവർ ആകുമ്പം ഭയങ്കര തലവേദന, മനസ്സിന് നമ്മൾ ജോലിയിൽ ഏകാഗ്രത ഇല്ലാതെ മാറിപ്പോവുക, ഉറങ്ങാൻ പറ്റും, ഉറക്കം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ആൽക്കഹോൾ ഇസ് എ ന്യൂ ടൊബാക്കോ. അതായത് ആൽക്കഹോൾ വളരെയധികം ക്യാൻസറുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ കുടലിന്റെ ക്യാൻസറുകൾ, ലിവർ ക്യാൻസർ എല്ലാവർക്കും അറിയാവുന്ന ക്യാൻസറുകൾ, ബ്രസ്റ്റ് ക്യാൻസർ. സ്ത്രീകൾ എസ്പെഷ്യലി പ്രഗ്നൻസിയിലൊക്കെ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ലോകത്ത്
കുട്ടികൾ ജനിക്കാനിരിക്കുന്ന കുട്ടികൾ വരെ അതിൻ്റെ ദോഷഫലങ്ങളോടെയാണ് ജനിക്കുന്നത്. അപ്പോൾ ആൽക്കഹോൾ ബ്രോഡായിട്ട് അങ്ങനെ സിറോസിസ് ഉൾപ്പെടെ വരുന്നു, ഭക്ഷണം വേണ്ടാതെ വരുന്നു, കിഡ്നി ഫെയിലിയർ, മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറിലോട്ട് പോകുന്നു, പ്രഷർ കൂടുന്നു. ഈ പ്രഷറുള്ളവർ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുമ്പോൾ പ്രഷർ കൂടുന്നു, അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് വരുന്നു. ആൽക്കഹോൾ ഒരു വിധത്തിൽ, മറ്റേ മരുന്നുകൾ പലതും പല വിധത്തിലാണ് എഫക്റ്റ് ചെയ്യുന്നതെങ്കിലും ബ്രോഡ്ലി നമ്മൾ കാണുമ്പം കണ്ണുകൾ കലങ്ങിയിരിക്കാനുള്ള സാധ്യത, ബ്ലഡി ഐസ് ഉള്ള മരുന്നുകളുണ്ട്, 2 കൃഷ്ണമണികളൊക്കെ വളരെ ചെറുതായിട്ടിരിക്കാനുള്ള സാധ്യതകളുണ്ട്. കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് സ്വന്തം ശരീരത്തിനെയോ സ്വന്തം അവനിലുള്ള ഒരു വ്യക്തിത്വത്തിനെ കുറിച്ച് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലാതാവും. അതായത് വേറൊരു ലോകത്ത് മുടികളൊന്നും ചെയ്യാതെ, ക്ലാസ്സിലൊന്നും പോകാതെ, അത് കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കാതാവും. ഒബേസിറ്റി, ഉറക്കം കൂടാം, ക്രമേണ തൻ്റെ ആരോഗ്യം പോയാലും പ്രശ്നമില്ല, ഇതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള വിധത്തിലോട്ട് വരും. ഈ വ്യക്തിയിലുള്ള വ്യത്യാസങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് പേരൻസും ഫാമിലിയുമാണ്. പേരൻസും ഫാമിലിയും വ്യത്യാസങ്ങൾ കാണുമ്പോൾ മറ്റ് കാരണങ്ങളല്ലാതെ ഇതും ചിന്തിക്കുക. ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ ആക്ച്വലി അവൻ ചെറിയ കുട്ടി എന്ന് പറയുമ്പോൾ സ്കൂൾ ഗോയിങ് ഏജ് ആണെങ്കിൽ അവൻ വയലൻ്റ് ബിഹേവിയറിലോട്ട് വരിക, അതായത് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ളൊരു മനസ്സ് വരിക, ഹൈപ്പർ ആക്ടിവിറ്റി, കൂടുതൽ ബഹളം, കൂടുതൽ ഉറക്കം, ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് തുടങ്ങിക്കോണം. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആക്കി പറയുക, കാര്യം ഇതൊക്കെ ഉള്ള പിള്ളേരല്ല, ഇതുള്ളവരല്ല. ഒരുപാട് മാനസിക പ്രശ്നങ്ങളുള്ളവർ, ഹോർമോൺ ഇംബാലൻസ് ഉള്ളവർ, മെൻ്റൽ ഡിസോർഡേഴ്സ് ഉള്ളവർക്കെല്ലാം ഈ പറയുന്ന എല്ലാം വരാം. ഇതിൽ ഇപ്പം ഇമ്പോർട്ടൻസ് ഉള്ളത് ഇത്രയും അധികം ലഹരികൾ നമ്മുടെ ചുറ്റുപാട് ഉള്ളത് കൊണ്ട് ഇതിലൂടെ നിങ്ങൾ ചിന്തിക്കണം എന്നാണ് പറയുന്നത്. കാര്യം നാളെ ഈ സിംറ്റംസ് എല്ലാം എൻ്റെ കൊച്ചിനുണ്ട്, അത് കൂടുതൽ ഉറങ്ങുന്നു, പിന്നെ റൂമിന് പുറത്ത് വരുന്നില്ല, പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, ആൾക്കാരുമായിട്ട് അടി കൂടുന്നു കൊണ്ട് ആ കൊച്ചിത് ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധവും അതിനകത്ത് ഇല്ലാന്നും കൂടെ അതിനകത്ത് ചേർത്ത് വായിക്കുക. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഒരു അസുഖമാണ്. അതെ, അതിനും ലഹരിയായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇതെല്ലാം കാണും. ഓട്ടിസം വരുന്ന ഈ കുട്ടി ഇതിൽ നിന്നെല്ലാം മാറുക, അതിന് ലഹരിയായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇത് നമ്മുടെ അജണ്ടയിൽ പണ്ടില്ലാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇത് അജണ്ടയിൽ ഇൻക്ലൂഡ് ചെയ്ത് ചിന്തിച്ചു തുടങ്ങണം. വീടിനെ ഒരു സ്വർഗം പോലെയാണ് കാണേണ്ടത്. വീട്ടിൽ അരക്ഷിതാവസ്ഥ ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രതികളായിട്ട് പിടിക്കുന്ന പലരും വീട്ടിൽ അന്തരീക്ഷം മോശമാവുന്നത് കൊണ്ട് ഇതിൽ പെട്ടുപോകുന്നതാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ പ്രത്യേക മുറിയാണ്. മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ 3 കുട്ടികളുണ്ടെങ്കിൽ 3 കുട്ടികൾക്ക് ഒരു മുറിയായിരിക്കും. അപ്പോൾ ഈ കുട്ടി മൊബൈൽ വരെ വിദ്യാർത്ഥിക്ക് പുസ്തകവും പേനയും പോലെ മൊബൈലും കുട്ടി ഉറങ്ങാൻ പോവുകയാണെങ്കിൽ നീ ഉറങ്ങാനല്ലേ പോകുന്നത്, മൊബൈലെങ്കിൽ പിന്നെ ഡൈനിങ് ടേബിളിനെടുത്ത് മറ്റൊരു വെച്ചിട്ട് പോകൂ എന്ന് രക്ഷകർത്താക്കൾ നിർബന്ധിക്കണം. കാരണം എവൻ മുറിയിൽ അടച്ചിരുന്നിട്ട് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ലഹരികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണോ അവൻ മൊബൈൽ വാച്ച് ചെയ്യുന്നതെന്ന് എങ്ങനെ അറിയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ കുട്ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത, നല്ല പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പഠിത്തത്തിൽ വരികയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ വിമുക്തി മിഷൻ്റെ നേർവഴി എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അപ്പോൾ അതിലേക്ക് ആ കംപ്ലൈൻറ്റ് വിളിച്ച് പറയണം. അത് 96 56 17 8000 എന്നാണ് അതിൻ്റെ നമ്പർ ഇതിൽ കൊടുക്കാം. അപ്പോൾ അത് പ്രകാരം വിമുക്തി മിഷന്റെ ഭാഗത്തുനിന്ന് തുടർ നടപടി അത് ടീച്ചേഴ്സ് ഇൻഫോം ചെയ്യാൻ പറ്റും. ടീച്ചേഴ്സാണ് ഇൻഫോം ചെയ്യേണ്ടത്. രക്ഷകർത്താക്കൾക്ക് കുട്ടി ഇപ്പം നല്ല പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്, ഇപ്പോൾ പഠിക്കുന്നില്ല. പിന്നെ നല്ല എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ദേഷിക്കുന്നു. അത് അധ്യാപകർക്കായിരിക്കും കൂടുതൽ. അവന് ഇതുവരെ നടന്നിരുന്നതിൽ നിന്ന് സൈക്കോളജിസ്റ്റുകളായിരിക്കും അല്ലേ? അത് ഡിപ്പാർട്ട്മെന്റിന് ട്രെയിനിങ് കിട്ടിയവരുണ്ട്, അല്ലാതുള്ളവരുണ്ട്. അപ്പോൾ അവർ സ്കൂളിൽ വന്ന് തന്നെയാണ് അത് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. സ്കൂളിൽ വരണമെങ്കിൽ സ്കൂളിൽ വരും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേന്ദ്രങ്ങളിൽ വരും. പിന്നെ അതേപോലെ തന്നെ ചികിത്സയാണോ എന്നുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറുണ്ട്, അവിടോട്ട് വിളിച്ച് പറഞ്ഞാൽ മതി. 14405 എന്നാണ്. അതിൻ്റെ കൂടെ ഒന്ന് ചോദിച്ചോട്ടെ, ഇതിന് ചിലവ് വല്ലതും ഉണ്ടാവും? ഇല്ലില്ല, ഫ്രീ ആണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് എവിടെയെങ്കിലും ലഹരിയുടെ കച്ചവടം വല്ലോ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ 94 471 78 000 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് ആ പരാതിയും വിളിച്ചു പറയാം. അന്നേരം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ സാറേ, ഈ വിളിച്ച് പറയുന്നവർക്ക് അന്നേരം ഒരു ബുദ്ധിമുട്ടുണ്ടാവും? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. അത് പുറത്ത് പറയുന്നതല്ല. ഈ ഇപ്പോൾ തന്നെ ഇരിക്കുന്ന പല എക്സൈസ് എടുത്തിരിക്കുന്ന ഒരുവിധം നല്ല കേസുകളുടെ എല്ലാം തുടക്കം
എന്ന് പറയുന്നത് ഇത് കണക്ക് കിട്ടിയിരുന്ന ചെറിയ ചെറിയ കച്ചവടത്തിൻ്റെ പരാതികളാണ്. അതിൽ നിന്നും ഡെവലപ്പ് ചെയ്താണ് വലിയ വലിയ കേസുകളിലേക്ക് പോയിട്ടുള്ളത്. പക്ഷെ അത് വിളിച്ചു പറയുന്നതിന് മുമ്പ് ജെന്യൂനായിട്ട് യഥാർത്ഥത്തിൽ അതാണോ എന്നുകൂടെ അല്ല, അതിന് ഞങ്ങളുടെ ഇന്റലിജൻസ് വിഭാഗം ഉണ്ടോ മറ്റുണ്ട്, അതൊക്കെ നിരീക്ഷണം ഇതൊക്കെ നടത്തിയിട്ടായിരിക്കും. പണ്ടൊക്കെ ആക്സിഡന്റ് ആയിട്ട് എടുത്തുകൊണ്ട് പോകുന്നവർ അവിടെ ചെല്ലുമ്പോൾ അവരുടെ പേരോട് എടുത്തു വെച്ച് കേസ് ഉണ്ടാവും. അങ്ങനെ എക്സൈസിൽ ഈ പറഞ്ഞ തരത്തിലുള്ളതാണ്. കാരണം ചിലത്തടുത്ത് ആൾക്കാർ വൈകുന്നേരം വന്ന് കൂട്ടം കൂടി നിൽക്കും. അപ്പോൾ ആൾക്കാർ അത് വിമുക്തി മിഷന്റെ ഒരു പ്രവർത്തന വിജയം കൊണ്ടാണ് ഉടനെ തന്നെ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നത് ഇതായിരിക്കാമെന്നും പറഞ്ഞ് സംശയം വിളിച്ച് പറയാറുണ്ട്. പക്ഷെ ചെല്ലുമ്പോൾ അത് വേറെ എന്തെങ്കിലും കേസുകളായിരിക്കും. പക്ഷേ അതെല്ലാം കേരളത്തിലെ ഈ വിമുക്തി എന്ന് പറയുന്നത് പ്രചാരണത്തിലായതുകൊണ്ടാണ് രക്ഷകർത്താക്കൾക്ക് അത് കാണുന്നവർക്ക് ആ കൂട്ടം കൂടിയിൽ സംശയം തോന്നുന്നത്, അത് വിളിച്ചു പറയണമെന്ന് തോന്നുന്നത്, ആ വിളിച്ചു പറയുന്ന നമ്പർ അവർക്ക് ഫെമിലിയർ ആയിട്ടിരിക്കുന്നതും ഈ പറഞ്ഞ വിമുക്തി ഈ സജീവമായിട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത്. ഇത് രണ്ടും എക്സൈസിന്റെ അണ്ടറിലാണോ? അതെ. ഒന്ന് വിമുക്തി മിഷൻ, രണ്ട് അല്ല, ആ വിമുക്തി മിഷന്റെ കീഴിലുള്ള പലവിധ പദ്ധതികളാണ് ഈ നേരത്തെ പറഞ്ഞ നേർവഴി. പ്രൊഫഷണൽ കോളേജുകളിൽ ശ്രദ്ധ, നേർക്കൂട്ടം എന്നും പറഞ്ഞ് 2 പദ്ധതികളുണ്ട്. ശ്രദ്ധ എന്ന് പറഞ്ഞത് ഹോസ്റ്റലിൽ, നേർക്കൂട്ടം എന്ന് പറഞ്ഞാൽ കോളേജുകളിൽ. അത് അവിടുത്തെ വൈസ് പ്രിൻസിപ്പളും PTA പ്രസിഡന്റും മറ്റൊരുക്കും സ്റ്റുഡൻസ് പ്രതിനിധികളും വാർഡനും ഒക്കെ ആയിട്ട് അംഗങ്ങളായിട്ടുള്ള കമ്മിറ്റിയാണ്. അവിടെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ട്, പരാതികളുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ വിമുക്തിയുടെ തന്നെ താഴെ ലെവലിലുള്ള കമ്മിറ്റികളുണ്ട്, ജനജാഗ്രതാ സമിതികൾ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടെ പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സ്കൂൾ അധികൃതർ, ഈ തൊഴിൽ മേഖലയിൽ ഓട്ടോ ടാക്സി മേഖലയുള്ളത്. അപ്പോൾ അവർ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറയും. പിന്നെ ചിലയിടങ്ങൾ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്, ഈ പരാതികൾ അങ്ങോട്ട് വരും. എനിക്ക് തോന്നുന്നു കുറ്റക്കാരെ കണ്ടുപിടിക്കുന്നതിനേക്കാളും കൂടുതൽ അതിന് ഉപരിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ടൈമും കുറ്റക്കാരാവാതിരിക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യുന്നത്. അത് എത്രത്തോളം അതിനുവേണ്ടി അത് പ്രവർത്തിക്കുന്നുള്ള ഇതുപോലുള്ള പ്രോഗ്രാമിലൂടെ ആൾക്കാരിൽ. അതുകൊണ്ടാണ് അത് വിമുക്തി ആദ്യമേ ഹൈസ്കൂൾ തലത്തിലാണ് ഇത് പറഞ്ഞാൽ അവർ ഭാവി ഒരിക്കലും ഇതിലേക്ക് വരരുത് എന്നും പറഞ്ഞ് അവരെ ബോധവൽക്കരണം ക്ലാസ്സുകളൊക്കെ നടന്നു ഹൈസ്കൂൾ ലെവലിൽ. ഇപ്പോൾ അതിൽ നിന്ന് UP ലെവലിലും ഇപ്പോൾ ബാല്യം അമൂല്യം എന്നും പറഞ്ഞൊരു പദ്ധതി ഇപ്പോൾ വിമുക്തി നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടി UP പഠിക്കുന്ന കുട്ടി കഴിഞ്ഞ് വളർന്നു, അവനൊരു പാട്ടുകാരനാണെങ്കിൽ പാട്ടിൽ നീ തന്നെയാണ് ഒന്നാമൻ. അവനൊരു ചിത്രരചനയാണെങ്കിൽ വരയ്ക്കുന്നവനാണെങ്കിൽ ചിത്രരചനയിൽ നീ തന്നെയാണ് ഒന്നാമൻ, നീ തന്നെ ഒന്നാമനാവും എന്ന് പറഞ്ഞ് അവനെ അതിലേക്ക് എടുക്കുമ്പോൾ അവന് മറ്റു രീതിയിലേക്ക് ഈ പറയുന്ന ലഹരിയിലേക്ക് ചിന്തകളോ സാഹചര്യങ്ങളോ പോകുന്നില്ല. അതിനുവേണ്ടി ബാല്യം അമൂല്യം എന്ന് പറഞ്ഞൊരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി വരുന്നു. പട്ടികജാതി പട്ടികവർഗങ്ങളിൽ ചിലർ ഈ കൂലിക്ക് പകരം മദ്യം മറ്റും കൊടുക്കുന്ന കൊണ്ടാണ്. അതുകൊണ്ട് അവിടങ്ങളിൽ അഭ്യസ്ത വിദ്യരായവർക്ക് വിമുക്തി മിഷൻ നേതൃത്വത്തിൽ PSC കോച്ചിങ് നടത്തുന്നുണ്ട്. അതിൽ തന്നെ ഏതാണ്ട് 10-36ഓളം പേര് ഇതുവരെ സർവീസ് കിട്ടിക്കഴിഞ്ഞു. ഒരുപാട് പേര് റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞു. വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ സംഗതികളുടെ എല്ലാം ഒരു ഡീറ്റെയിൽസ് എടുത്തിട്ട് നമ്മുടെ ഇതിൽ തന്നെ ഈ ചാനലിൽ തന്നെ നമുക്കിത് വിമുക്തി മിഷന് ഇതുപോലെ മോക്ഷ അല്ലേ, ഇപ്പം നേരത്തെ ശ്രദ്ധ, നേർക്കൂട്ടം, ഇങ്ങറ്റമുള്ള UP സ്റ്റുഡൻസ്, UP സ്കൂളിലുള്ള പിള്ളേർ. വിമുക്തി മിഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എക്സൈസ് വകുപ്പ് മാത്രമല്ല, ആരോഗ്യ വകുപ്പ്, സാമൂഹ്യനീതി വകുപ്പ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരോടും ചേർന്ന് തന്നെ ഒരുപാട് പരിപാടികൾ നടത്തുന്നു. ഇതിനകത്ത് ഒരു പ്രശ്നം ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ബാല്യം മുതൽ ശ്രദ്ധിക്കുക, അല്ലാതെ ഇത് അങ്ങേയറ്റത്ത് പ്രൊഫഷണൽ കോളേജിലല്ല. പണ്ടൊക്കെ പ്രൊഫഷണൽ കോളേജ് എന്നുള്ളൊരു തോട്ട് ആയിരുന്നു വരുന്നത്, അല്ലെങ്കിൽ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിക്ക് പോകുമ്പോൾ. പക്ഷേ ഇപ്പോൾ ബാല്യം മുതൽ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഹൈസ്കൂളിലെ പിള്ളേർ മദ്യം ഒരുപാട് കഴിക്കുന്നതായിട്ട് വളരെ കോമൺ റിപ്പോർട്ട്സ്. എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മളിത് മൊത്തം ചെയ്തിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ്. പബ്ലിക്കിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജായിട്ട് രണ്ടുപേരും ഓരോ ഇത് തരുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് അടുത്ത വീട്ടിലുള്ളതല്ല, എൻ്റെ വീട്ടിലും വരാം. ഇതിൻ്റെ കാരണക്കാരൻ കുട്ടിയല്ല, കുട്ടി ഒരു രോഗിയാണ്, അല്ലാതെ കുട്ടിയുടെ ഒരു സ്വഭാവദൂഷ്യമല്ല, രോഗമാണ്. ഈ രോഗം ചികിത്സിക്കുകയാണ് വേണ്ടിയത്, അല്ലാതെ കുട്ടിയെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടിയത്. ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ഫാമിലിക്ക് ഈ വ്യക്തിയോട് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഏറിയ പങ്കും ഫാമിലിക്കാണ്. ഇത് ഒരു പ്രാവശ്യം ഡി അഡിക്ഷനിൽ കൊണ്ടുപോയാലും റിലാപ്സസ് വരാം, വീണ്ടും വരാം. പക്ഷേ അതും കൈവിടേണ്ട സമയമല്ല. റിലാപ്സസിൽ നിന്നും വീണ്ടും ഡി അഡിക്ഷൻ എന്ന് പറയുമ്പം പല പല ഫാക്ടേഴ്സ്, അവിടെ കൗൺസിലിംഗ് ഉണ്ട്, മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഈ മരുന്ന് വിഡ്രോയിൽ വന്ന അതിനുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്ത് അതും ഒരു
ഒരു ചുമയുടെ മരുന്ന് പോലെ അല്ല, ഇതൊരു ഇച്ചിരി നീണ്ട ലോങ് പ്രൊസീജിയറാണ്. അപ്പോൾ അതിന് ക്ഷമയോടെ ആ വ്യക്തിയെ കൂടെ നിൽക്കുകയും ഈ വിപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് നമ്മൾ ഒരു ആസ് എ ഫാമിലി, ആസ് എ സൊസൈറ്റി നമ്മൾ കൂടെ നിന്നാൽ ആ വ്യക്തിയെ രക്ഷിക്കാൻ പറ്റും. മയക്കുമരുന്ന് ഉപയോഗം എന്ന് പറയുന്നത് ഒരു രോഗമാണ്. അപ്പോൾ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ ഉള്ള ഒരു കുറ്റകൃത്യം കണ്ടെത്തി കഴിഞ്ഞാൽ കുട്ടികളെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. അവർ ചെയ്യുന്ന പ്രവൃത്തിയെയാണ് നമ്മൾ കുറ്റം കാണേണ്ടത്. അപ്പോൾ അവർ ചെയ്യുന്ന ആ പ്രവൃത്തിക്ക് ഒരുപക്ഷെ രക്ഷകർത്താക്കളായ നമ്മളോ അധ്യാപകരോ ആയിരിക്കും അതിൻ്റെ കാരണം എന്ന ചിന്തയോടുകൂടി അതിനെ നമ്മൾ ഫേസ് ചെയ്യണം. അപ്പോൾ കുട്ടിയെ ഒരിക്കലും മാനസികമായിട്ട് ഇങ്ങനൊരു കുറ്റം കണ്ടെത്തിയാൽ കുട്ടിക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ക്ഷതമേൽക്കുന്ന തരത്തിലുള്ള ഒരു ശിക്ഷയും കൊടുക്കരുത്. ആ പ്രവൃത്തിയെ മാത്രം ക്രിട്ടിസൈസ് ചെയ്യുക. എനിക്കൊന്ന് രണ്ടുപേരും പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അവരെ കുറ്റപ്പെടുത്തരുത്. ആദ്യം ചിലർ കാണുന്നവരെ അവരെ ഉപദ്രവിക്കുക, അടിക്കുക, നീ എന്താണ് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അവരെ കൂടുതൽ റെബലാക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഒരു പക്ഷേ ആ മരുന്നിൻ്റെ എഫക്റ്റ് കൂടെ അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ അവരുടെ ജീവൻ തന്നെ അവരെടുക്കാനുള്ളൊരു ശ്രമം ഉണ്ടാവും. പലപ്പോഴും നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്, അവരെ പെട്ടെന്ന് അതിനകത്ത് നിന്ന് വിഡ്രോ ചെയ്യുക, എടുത്തു മാറ്റുക, ഉപദ്രവിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കയറി അവരുടെ ജീവൻ ഒടുക്കുന്ന സംഭവങ്ങൾ വരെ നമ്മൾ കാണും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവർ അല്ല അത് ചെയ്യുന്നത്, അവരിലുള്ള ഈ ഹാബിറ്റ് എങ്ങനെയോ വന്ന ഈ ഹാബിറ്റാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക. ഈ പ്രോഗ്രാമിൽ വന്ന് ഞങ്ങളെ സഹായിച്ച ഡോക്ടർ വർഗീസ് കോശിക്ക് വളരെയധികം ബിസി ഷെഡ്യൂളിൽ നിന്ന് വന്ന ഡോക്ടർ വർഗീസ് കോശി ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും വരണം, ഞങ്ങളുടെ ഈ പ്രോഗ്രാമിനെ കൂടുതൽ ശക്തിപ്പെടുത്തണം. അതുപോലെ ഏറ്റവും അധികം നന്ദി പറയേണ്ട വി.എ. പ്രദീപ് സാറിനോടും. ബിക്കോസ് ഗവൺമെൻറ്റിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നമ്മളിലേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഇത്ര ഇൻഫോർമേഷൻ ലോകത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ കാണിച്ച ആ മനസ്സ്, ഇനിയും ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടാവണം. ഞങ്ങൾ വിചാരിച്ചതിൽ അപ്പുറമാണ് നമ്മുടെ ഗവൺമെൻറ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പൈസയും സമയവും സ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളൊരു അവയർനെസ്സാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക്. അതെ അതെ, ഞങ്ങൾക്ക് ഇത്രയും മാൻ പവറും അവർക്കുള്ള സാലറിയും ഫണ്ടിങ്ങും എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്നെന്ന് ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ റിയലൈസ് ചെയ്യാതെ കുറ്റപ്പെടുത്തുന്ന സിറ്റുവേഷൻസിനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ അത്രയും നല്ല രീതിയിൽ ചെയ്യുന്ന നമ്മുടെ ഈ ഗവൺമെൻറ്റിനും നമ്മുടെ ഓഫീഷ്യൽസിനും എല്ലാം വളരെയധികം നന്ദി പറയുന്നു. വെൽനസ് വാച്ചിൻ്റെ പേരിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സഹകരണം ഇൻ ഫ്യൂച്ചറിലും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.